വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 +2 CBSE എക്സാമിന് സെറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാർട്ട് 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് Abdul, Beena and Sita were partners in a firm sharing profits and losses in the ratio of 8:7:5. The question നമുക്ക് നോക്കേണ്ടത് ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ അതുൽ, ബീന ആൻഡ് സീത ഇവരാണ് പാർട്ട്നേഴ്സ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 8:7:5. പുതിയ ആളെ അഡ്മിറ്റ് ചെയ്യുന്നു. Damini was admitted as a new partner for 1/5 share in profits which she acquired entirely from Adul. ഇപ്പൊ പുതിയ ആളുടെ പേര് ഡാമിനി. ഡാമിനിയുടെ ഷെയർ എത്രയാണ്? 1/5. ഇനി ഇതേപറ്റി എന്താ പറയുന്നത്? which she acquired entirely from Adul. ഇപ്പൊ സാക്രിഫൈസ് വരുന്നത് അതുലിന് മാത്രമാണ്. ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആഫ്റ്റർ ഡാമിനീസ് അഡ്മിഷൻ വിൽ ബി. എത്രയായിരിക്കും പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ അറിയാം ഓൾഡ് റേഷ്യോ 8:7:5. പുതിയ ആളുടെ ഡാമിനിയുടെ ഷെയർ 1/5 ആണ്. ഇത് സാക്രിഫൈസ് ചെയ്യുന്നത് അതിൽ മാത്രമാണ്. അപ്പൊ അതിന്റെ ന്യൂ ഷെയർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. ഇവിടെ നമുക്ക് അതുലിന്റെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 8:7:5 ആണ്. അപ്പൊ 8/20 മൈനസ് 1/5. ഇവിടെ നമുക്ക് 20 അതുപോലെ 5 ആണ് ഡിനോമിനേറ്റർ. നമുക്ക് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും വരുമ്പോൾ ഡിനോമിനേറ്ററിനെ സെയിം ആക്കി മാറ്റണം. അപ്പൊ 8/20 മൈനസ് 5 20ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെയിം ഫിഗർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4/20 ദാറ്റ് ഈസ് 4/20 ആണ് അതിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ഷെയറിൽ മാറ്റമില്ല. അപ്പൊ നമുക്കിവിടെ ന്യൂ റേഷ്യോ 4/20 7/20 5/20 1/5 എന്നുള്ളതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4/20. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 4 + 7 എന്ന് പറയുമ്പോൾ 11 + 5 16 + 4 20. അപ്പൊ അവിടെ ന്യൂ റേഷ്യോ 4:7:5:4. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Rushil and Abir were partners in a firm sharing profits and losses in the ratio of 4:3. They admitted Sunil as a new partner for 3/7 share in the profits of the firm, which he acquired 2/7 share from Rushil and 1/7 share from Abir. New profit sharing ratio ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ്? ആരൊക്കെയാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുണ്ട് Rushil and Abir. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:3. ഇനി പുതിയ പാർട്ട്ണർ ആരാണ്? സുനിൽ. സുനിലിന്റെ ഷെയർ എത്രയാണ്? 3/7 ആണ് സുനിലിന്റെ ഷെയർ. ഈ 3/7 സുനിൽ അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്? 2/7 ഫ്രം റുഷീൽ. റുഷീലിന്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത് 2/7.
അതുപോലെ തന്നെ ഇനി അബീറിന്റെ സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/7 ആണ്. 1/7. നമുക്ക് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. ആദ്യം തന്നെ നമുക്ക് റുഷീലിന്റെ ന്യൂ ഷെയർ നോക്കാം. അപ്പൊ ഓൾഡ് ഷെയർ എത്രയാണ്? 4/7 മൈനസ് സാക്രിഫൈസ് 2/7. ദാറ്റ് ഈസ് 2/7 ആണ് ന്യൂ റേഷ്യോ കിട്ടുന്നത്, ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമുക്ക് അബീറിന്റെ നോക്കാം. ഓൾഡ് ഷെയർ 3/7 മൈനസ് സാക്രിഫൈസ് 1/7. ദാറ്റ് ഈസ് 2/7 നമുക്ക് കിട്ടും. ഇനി നമുക്കിവിടെ ന്യൂ റേഷ്യോ വന്നിരിക്കുന്നത് എത്രയാണ്? ന്യൂ റേഷ്യോ 3 പേരുടെയും കൂടി ന്യൂ റേഷ്യോ നമുക്ക് നോക്കുമ്പോൾ 2/7 is to 2/7 is to 3/7. That is 2 is to 2 is to 3. Next question. Second question. Abhay, Boris and Chetan were partners in a firm sharing profits in the ratio of 5:3:2. Boris was guaranteed a profit of rupees 95,000. Any deficiency on account of this was to be borne by Abhay and Chetan equally. The firm earned a profit of rupees 2 lakh for the year ended 31st March 2023. The amount given by Abhay to Boris as guaranteed amount will be. നമുക്കിവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്? അത് തന്നെ നമുക്ക് നോക്കാം ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്നുള്ളത്. അബൈ, ബോറിസ് ആൻഡ് ചേതൻ, ഇവരാണ് പാർട്ട്നേഴ്സ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2. ഇവിടെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ആണ് ബോറിസ് കൊടുക്കുന്ന ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. 95,000 ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഉണ്ട്. ഈ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് അതല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് ഏതാണ് കൂടുതൽ ആ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫേമിന്റെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് ഓഫ് ദി ഫേം 2 lakh. ബോറിസിന്റെ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. ബോറിസ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 2 lakh ഇൻറ്റു ബോറിസിന്റെ പ്രോഫിറ്റ് ഷെയറിംഗിൽ എത്രയാണ് വരുന്നത്? 5:3:2 ആണ്. അപ്പൊ 3/10. 2 lakh ഇൻറ്റു 3/10. ആക്ച്വൽ പ്രോഫിറ്റ് 60,000 എന്ന് കിട്ടി. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് 95,000 ആണ്. ബോറിസിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? 95,000 ആണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഡെഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാല് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് മൈനസ് ആക്ച്വൽ പ്രോഫിറ്റ്. ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാരണ്ടീഡ് പ്രോഫിറ്റും ആക്ച്വൽ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെഫിഷ്യൻസി. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെഫിഷ്യൻസി വരുന്നത് എത്രയാണ്? 95,000 മൈനസ് 60,000. ദാറ്റ് ഈസ് 35,000 ഡെഫിഷ്യൻസി വന്നു. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഡെഫിഷ്യൻസി അഭയും ഛേദനും ഈക്വൽ ആയിട്ടാണ് സഫർ ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എമൗണ്ട് ഗിവൺ ബൈ അഭയ് ടു ബോറിസ് ആസ് ഗ്യാരണ്ടീഡ് എമൗണ്ട്. അപ്പൊ ഈ ഡെഫിഷ്യൻസി ആയിട്ടുള്ള 35,000 ഈക്വൽ ആയിട്ടാണ്. അപ്പൊ അഭയ് കൊടുക്കേണ്ടത് 35,000 ഇൻറ്റു 1/2. ആൻസർ കിട്ടുന്നത് 17,500 ആണ്.